ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഇന്ന് പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ അപ്പോസ്തലൻ പൗലോസ് എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. ദൈവം തന്ന കൃപകൾ, ദൈവം അതിൻ്റെ ആത്മീയമായ എന്താ പറയുന്നത്, അതിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ 12 അധ്യായം വായിക്കുന്നതാണിത്. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പരദേശത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞു കൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ച് എൻ്റെ ബലഹീനതകളിൽ അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ 7-ാം അധ്യായം ഇങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ, അതായത് വെളിപ്പാടുകളുടെ അധികത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ച് പോകാതിരിക്കേണ്ടത് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഇത് ലാസ്റ്റ് അധ്യായം ഇങ്ങനെയും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെ വേണ്ടി ബലഹീനത കയ്യേറ്റം അതല്ല ഇങ്ങനെ ആകിയാൽ ക്രിസ്തുവിൽ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കും. പ്രിയമക്കളെ, ഇത് പറഞ്ഞു വരുന്നത് അപ്പോസ്തലനായ പൗലോസ്, അതായത് നമ്മുടെ ജീവിതത്തിൽ നിഗളം എന്ന് ആയ കുടുംബവിഷത്തെ എങ്ങനെ നേരിടാമെന്ന് പറഞ്ഞിരുന്നതാണ്. നമ്മുടെ ബലഹീനതയിൽ കർത്താവിനോട് നമ്മളെ ബലഹീനതയിൽ നമ്മൾ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു വരും. എൻ്റെ അനുഭവത്തിലാണെങ്കിൽ എൻ്റെ വിട്ടുമാറാൻ വയ്യാത്ത പാപങ്ങളിൽ നിന്ന് പോകുമ്പോൾ, അതായത് ആത്മീയപാതയിൽ വരുന്നതിനോടൊപ്പം തന്നെ എൻ്റെ യൗവനത്തിൽ നിന്നും വിട്ടുമാറാത്ത പാപത്തിലേക്ക് വീണ്ടും പോകുന്നു. അതായത് നായ ഛർദ്ദിച്ച് വീണ്ടും കഴിക്കുന്നത് പോലെ ഞങ്ങൾ ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പാപം ഒരു വെള്ളം വിചാരിക്കട്ടെ, നമ്മൾ ആത്മീയത പറഞ്ഞ ആ ടോപ്പ് ലെവൽ കുറച്ച് പാപം മാറ്റിക്കളഞ്ഞു, വെള്ളം കുറച്ച് കളഞ്ഞു. പക്ഷെ വീണ്ടും ഞാൻ ഫില്ല് ചെയ്യാൻ നോക്കുവാണ്. എപ്പോഴും ആ ഗ്ലാസ്സിലെ വെള്ളം നിറച്ച്, അതായത് ഒരു ഗ്ലാസ്സിലെ വെള്ളം പാപം വിചാരിക്കുക. പകരം കേട്ടു കുറച്ച് പാപം കളഞ്ഞു, അപ്പോൾ കുറച്ച് ഗ്യാപ്പുണ്ടല്ലോ, വീണ്ടും ഞാൻ ഫില്ല് ചെയ്യാൻ നോക്കുവാണ്. അതായത് എൻ്റെ മേലിൽ നിന്ന് എത്ര വിട്ടു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ പാപത്തിലേക്ക് ഞാൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്താ പറയണത്, ദൈവമേ എനിക്ക് പറ്റില്ല, ഐ കാൺ പോസിബിൾ ദിസ്, എനിക്കിതൊന്നും പറ്റില്ല. ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തോടെ ഇങ്ങനെ, എനിക്കൊന്നും പറ്റില്ല ദൈവമേ, എന്നെ എത്ര നോക്കിയല്ലോ ദൈവം, എന്നെ എത്ര നടത്തി, ഐ കാൺ പോസിബിൾ, എനിക്ക് ആ വഴിയിൽ നടക്കാൻ കഴിയുകയില്ല, അസാധ്യമാണ്. ദൈവം പറഞ്ഞു, സാധ്യമാക്കാൻ ഞാൻ കൂടെയുണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ വളർത്തി ഇത്ര കൊണ്ടുവന്നെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. പ്രിയ, സ്നേഹത്തിൻ്റെ വാക്കുകളാണ് എന്നെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. എൻ്റെ ബലഹീനതകളിൽ ഞാൻ പാവത്തിലേക്ക് വീണ്ടും പോകും. അന്നേരം ഞാൻ ദൈവത്തോട് ഏറ്റവും പോയി ഞാൻ കരഞ്ഞു പറയും, എൻ്റെ ബലഹീനതകൾ ശക്തി കൂടി വരും എന്ന് പറയുന്നത് പാവത്തിലേക്ക് പോയി ഇങ്ങനെ കൂട്ടാനല്ല പറഞ്ഞേ. എന്തെങ്കിലും കാരണവശാൽ പാവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സാരമില്ല, നമുക്ക് തിരിച്ചു വരാം. ഇതിൽ നമ്മൾ പാപം ചെയ്യാൻ നമ്മളെ ഉത്സാഹിപ്പിക്കുകയല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നീ ഒന്നിനും അഹങ്കരിക്കുന്നത്, ആത്മീയതയിലായാലും നിഗളം വരരുത് എന്നൊരു ഇതാണ് പറയുന്നത്. അതായത് ദൈവമില്ലെങ്കിൽ നീ പാപത്തിൽ പോവും. അതായത് വേറെ എന്തു പറയുകയാണെങ്കിൽ, ആത്മീയമായി ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയവരാണ്, ഞാൻ എന്തോ വലിയ സംഭവമാണ്, എന്നെ എന്ത് പറഞ്ഞാൽ അവരൊന്നും എൻ്റെ എത്രയും ആത്മീയ കിട്ടില്ല, എൻ്റെ ഉണർവ് കിട്ടില്ല, എനിക്ക് പല ദൈവത്തിന് കൃപകളും കിട്ടി, അവരത്രയും കിട്ടില്ല, അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലുകൾ കാണുന്നു. അത് നമ്മൾ നിഗളമാണ്. അപ്പോൾ ഇതിൽ പൗലോസ് പറയുന്നത് സാത്താനെ ഒരു ശൂല ഏൽപ്പിച്ചേക്കും, സാത്താൻ്റെ ദൂതനെ കുത്തുവാൻ. അപ്പോൾ
അതൊക്കെ എനിക്ക് ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു മർമ്മത്തിക്കില്ല. ദൈവം ആത്മാവിനോട് ചോദിച്ച് അതെങ്ങനെയാ പറഞ്ഞതിൻ്റെ അറിയില്ല. പക്ഷേ ദൈവം എനിക്ക് മനസ്സിൽ വെളിപാട് തന്നേക്കണ്ട് എങ്ങനെയാ സംഭവം എന്ന് നിങ്ങളെ പങ്കുവയ്ക്കാതെ. കൂടുതൽ ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നില്ല. ഞാൻ സത്യം പറഞ്ഞ വചനം പറയുമ്പോൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വരണം. വെൽ പ്രിപ്പയർഡ് അല്ല, അത്യാവശ്യം പഠിച്ചും എഴുതിയും നോട്ടുമ്പോൾ ഞാൻ ഇത് ഇരിക്കുമ്പോൾ ദൈവം ഇതിൻ്റെ കൃപ മതി. എൻ്റെ ദൈവമേ സൃഷ്ടിച്ച നിൻ്റെ ആലയത്തിൽ നിനക്ക് വചനം പറയാം. അത് ആലയം എന്ന് പറഞ്ഞാൽ നമ്മളാണല്ലോ. ഓരോ മനുഷ്യൻ്റെ ദൈവത്തിന് ആലയം ദൈവത്തിന് കൊടുക്കൂ. ദൈവം സൃഷ്ടിച്ചാണ്. ഫ്രീ വിൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് ദൈവത്തിന് കൊടുക്കുക. ദൈവം ഉപയോഗിക്കണമേ. ബുദ്ധിയിൽ ദൈവം സൃഷ്ടിച്ച ചിന്താമണ്ഡലത്തിൽ എൻ്റെ മക്കൾക്കായി വചനം പറയാൻ ഉപയോഗിച്ചോളണമേ എന്നുള്ള അധികാരം എല്ലാം ദൈവത്തിന് കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ഒന്ന് പ്രിപ്പയർഡായി വന്നിട്ടില്ല. അപ്പോൾ അത് കുറേ തിങ്ക് ചെയ്ത് പറയാനുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, പ്രിയരെ, നിങ്ങളിപ്പോൾ വചനം കേട്ടിട്ടും വീണ്ടും പാപത്തിലേക്ക് പോയോ? ഡോണ്ട് ബി വെയിറ്റ് ദെയർ. അവിടെ നിന്ന് പോരുത്. റിപ്പൻ്റ് ചെയ്യുക, കയറി വരിക. പ്രിയരെ, നമ്മൾ എന്ന് വെച്ച് ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് പാവം ചെയ്യാം, നമുക്ക് തിരിച്ച് കയറി വരാലോ എന്നുള്ളൊരു ചിന്തയിൽ പോവും. പക്ഷെ അത് നമുക്കൊരു വല്ലാത്തൊരു അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കും. ദൈവത്തിനോട് ചോദിച്ചു പറഞ്ഞ് ദൈവമെല്ലാം മാറ്റി തന്നിരിക്കുന്നു. ഭാഗ്യവശാൽ മാത്രം. അറിയില്ല, അങ്ങനെ നമ്മൾ പോകരുത്. പാവം അറിഞ്ഞു നമുക്കറിയാം. നമുക്ക് ആ യൗവനത്തിലൊന്നും നമുക്ക് അതൊന്നും നമുക്ക് അത് പോട്ടെ, ഇത് പിന്നെ ആവട്ടെ എന്നൊക്കെ പറയും. അത് പോകരുത്. നമുക്ക് യൗവനത്തിൽ ആത്മധൈര്യത്തോടെ സൃഷ്ടായ മുറുകെ പിടിച്ച് നമുക്ക് നിൽക്കാം. അപ്പോൾ ഒന്നിനും നിഗളിക്കാനില്ല എന്നാണ് പറയുന്നത്. ഒന്നിനും നിഗളിക്കാനില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമത്രേ. നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നതും എല്ലാം. പ്രിയരെ, ലോകത്തിൽ നടക്കുന്ന സംഭവവ്യാകുലങ്ങളെല്ലാം നമ്മൾ കാണുന്നു. കാലം, അതായത് കാള തൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാനെയും എല്ലാം അറിയുന്നു. മനുഷ്യനോ തൻ്റെ ഉടയവനെ അറിയുന്നില്ല. അതായത് അറിയുന്നില്ല എന്നാണ് പറയുന്നത്. പ്രിയരെ, മനുഷ്യൻ കാലം നോക്കി കാലാവസ്ഥ പറയും, ആകാശം നോക്കി. പക്ഷെ അന്ത്യലക്ഷണങ്ങളൊന്നും അവരെ അറിയുന്നില്ല. അവരെപ്പോഴും ദൈവത്തെ മറന്ന് ജീവിക്കുകയാണ്. എന്നെയും തട്ടി ഉണർത്തിയതാണ് ദൈവം. അല്ലാണ്ട് എനിക്കൊന്നും ഒരു സുബോധമില്ലായിരുന്നു. ഈ ലോകത്തിലെ ദൈവമായി സാത്താൻ കുരുടാക്കിയിരിക്കുകയായിരുന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ അത്ഭുത കൃപകളാൽ മാത്രം തിരഞ്ഞെടുത്തു. പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മാക്സിമം ബൈബിളിൽ നിന്ന് വായിക്കുക. ഞാനൊന്നും ഇത്രയും കിട്ടിയിട്ടും ഞാൻ ബൈബിൾ വായിക്കാൻ ആ 2 നേരം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. മാക്സിമം ബൈബിൾ യൂട്ടിലൈസ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആൻഡ് സ്റ്റഡി. നിങ്ങളുടെ പഠിത്തം 2-മതും ബൈബിൾ 1-മതും ആക്കുക. ആത്മീയ 1-മതും പഠിത്തം 2-മതും ആക്കുക. ബിക്കോസ് നശിക്കുന്ന കാര്യം പഠിച്ചിട്ട് എന്തിന്? നശിക്കാത്തത് പഠിക്കുക. നിത്യജീവൻ പ്രാപിക്കുന്നത് പഠിക്കുക. പ്രിയരെ, ഇവിടെ തിന്നുക, കുടിക്കുക, ജീവിക്കുക, അങ്ങനെ ഉണ്ടാക്കുക, അതൊന്നും അല്ല ലക്ഷ്യം. അത് ജഡീയം. നമുക്ക് ആത്മാവുണ്ട്. ആത്മാവ് നിത്യതയിൽ പോകണം. അതിന് നമ്മൾ ഈ ബൈബിൾ പഠിച്ചേ പറ്റുമോ. ഇറ്റ് ഷുഡ് ബി ഫസ്റ്റ് പ്ലേസ്. ബൈബിൾ ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ഫസ്റ്റ് പ്ലേസ് ഇൻ അവർ ലൈഫ്. പ്രിയരെ, നമുക്ക് വചനം കേൾക്കുക. ആദ്യം മുതൽ ദൈവം കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ആദാം ഹവ്വയുടെ കൂടെ ഉണ്ടായിരുന്നു, ഹാനോക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, മോശനെ ദൈവം നിർത്തി. പിന്നെ പ്രവാചകന്മാർ, പിന്നെ അപ്പോസ്തലന്മാർ, പിന്നെ വന്നപ്പോൾ മനുഷ്യർ ലൗകിക മോഹത്തിലേക്ക് ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഇന്ത്യയിലുണ്ട് ലൗകിക മോഹങ്ങൾ. ക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിലും നോട്ടം ലൗകികതയിലേക്കുണ്ട്. അതെല്ലാം മാറിയ ദൈവം കൂടുതൽ ഊർജ്ജം തരും. അതായത് സൃഷ്ടാവിനെ ലോകത്തെ സൃഷ്ടാവാണ് അല്ലെ പ്രിയരെ? അതിലേറെ ഏറ്റവും കൂടുതൽ ദൈവം സ്വന്തം രൂപത്താൽ പണിത് നമ്മളെയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നു. അപ്പം നമ്മൾ എന്തിനീ ലോകത്തെക്കുറിച്ച് സ്നേഹിക്കണേ? ആ ദൈവത്തിലെ സ്നേഹിക്കണ്ടേ? അവൻ തരാത്ത എന്തുള്ളൂ? ദൈവത്തിന് ലോകസ്നേഹം ഇഷ്ടമല്ല. കാരണം എന്തിനും ലോകത്തെ ദൈവം സൃഷ്ടിച്ച് ദൈവത്തെയല്ലേ നമ്മൾ സ്നേഹിക്കണം. എന്തിന് ലോകത്തെ സ്നേഹിക്കുന്നു? പ്രിയർ, നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. നമ്മുടെ പാവം രക്തത്തിലുണ്ട്. ആ പാവം മാറ്റുക.
പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ചുമ്മാ എഴുത്ത് പ്രാർത്ഥനയല്ല. സുഹൃത്തിനെ പിതാവേ അങ്ങനെ അത് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മൾ സംസാരിക്കുക ദൈവത്തിനോട്, നമ്മളെ കഷ്ടങ്ങളെ യാതനകളും സംസാരിക്കുക. പ്രിയരെ, അതായത് നമ്മുടെ സൃഷ്ടാവ് ആരാണ്? ഞാൻ പറയുന്നത് നമ്മളെ ഉണ്ടാക്കിയ ഉടയവൻ്റെ അടുത്ത് നമ്മുടെ കാര്യങ്ങൾ പറയുക. നമ്മൾ എഴുത്ത് പ്രാർത്ഥന ഓക്കെ, ബട്ട് ദൈവത്തിന് അത് ആവശ്യമുണ്ടോ? നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മൾ പറയുക ദൈവത്തോട്. നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ഭാരങ്ങളും നമ്മൾ തുറന്നു പറയുക, ഹൃദയം തുറന്നു പറയുക. അത്രേ ഉള്ളൂ. എങ്ങനെ ഒരാളിനോട് പറയാൻ പറ്റുമോ? നീ തുറന്നു പറയുക. നിങ്ങൾ തുറന്നു പറയുക ദൈവമക്കളെ. ആത്മീയ ഉണർവുണ്ടാകട്ടെ. എല്ലാവരുടെയും മേൽ ആത്മീയ കാറ്റുകൾ വീശുന്നു. വേറെ പരിശുദ്ധാത്മാവ് വെള്ളത്തിൽ ഉൽപ്പത്തിയെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൽ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കറക്റ്റ് മീനിങ് കിട്ടില്ല. എനിക്ക് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പരിശുദ്ധാത്മാവ് ഭൂമിയോടുള്ള ആടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെ പിടിക്കണ്ടോ അവരെ നിർത്തണം, രക്ഷപ്പെടുത്തണം, അവരെ നിർത്തണം, ദേശം അനുഗ്രഹിക്കണം, ദേശത്തിലെ ആൾക്കാരെ ആത്മാവിനെ നേടണം എന്നുള്ള ഇതിലാണ്. വേറെ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ലിവ് വിത്ത് ഗോഡ്, വാക്ക് വിത്ത് ഗോഡ്, സ്പീക്ക് വിത്ത് ഗോഡ്. ദൈവത്തോട് ജീവിക്കുക, ദൈവത്തോട് നടക്കുക, കൂടെ നടക്കുക, ദൈവത്തോട് സംസാരിക്കുക. ബി വിത്ത് ഗോഡ്, ദൈവത്തോട് കൂടെ ഇരിക്കുക. അത് മാത്രമുള്ള രക്ഷ. യേശു ക്രിസ്തുവാണ് നമ്മുടെ മധ്യസ്ഥന്, വേറെ ആരുമില്ല. വീണ്ടും എടുത്തു പറഞ്ഞ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് നമ്മുടെ മധ്യസ്ഥന്, വേറെ ആരുമില്ല. പ്രിയരെ, നമ്മുടെ സാധ്യമായ കർത്താവ് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. പിതാവും പരിശുദ്ധാത്മാവും എല്ലാം ഒന്ന് തന്നെ. പ്രിയരെ, നിങ്ങൾ ഇത്രയുമായി ഈ ചെറിയ പോർഷനാണ് പങ്കുവയ്ക്കാൻ പറ്റിയത്. അടുത്ത തവണ ദൈവത്തിൻ്റെ കൃപയാൽ അനേകം മർമ്മങ്ങളെ മനസ്സിലാക്കാൻ കഴിയുവാണെങ്കിൽ നിങ്ങൾ പങ്കുവയ്ക്കാം. നമ്മളെ ആത്മീയ ഉണർവുണ്ടാകട്ടെ. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. സകലവും എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.